മഹാനായ അബൂശാമ റഹിമഹുല്ല അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ 22-23 പേജുകളിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അതിൽ ചില സംശയങ്ങൾ ചിലർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം കൂടി നൽകുന്നു. ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ വളരെ മോശമായ ഗൗരവമേറിയ ഒരു ബിദ്അത്തായി ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നത് വേഷം കൊണ്ടും അഭിനയങ്ങൾ കൊണ്ടും പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ അഥവാ വഴിപിഴച്ചവരും പിഴപ്പിക്കുന്നവരുമായ റമദാനിൻ്റെ പകലുകളിൽ ഭക്ഷണം കഴിക്കുകയും നിസ്കാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളെപ്പോലും നേതാക്കന്മാരാകും മാതൃകാ പുരുഷന്മാരായും ചിത്രീകരിച്ചുകൊണ്ട് ദീനിൻ്റെ നിയമങ്ങളെ അട്ടിമറിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വിഗ്രഹാരാധന വരെയുള്ള അവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കാനുണ്ടായ പ്രാരംഭ കാരണം എന്ന് ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ല വിവരിച്ചു തരുന്നു. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ച മറ്റൊരു കാര്യമാണ് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹത്വം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക സ്ഥലങ്ങൾക്കും വസ്തുക്കൾക്കും വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് അത്തരം സ്ഥലങ്ങളുമായി ഇടപഴകുന്നതും അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവിടെ പോയി പ്രത്യേക ഇബാദത്തുകൾ ചെയ്യുന്നതും അവിടേക്ക് നേർച്ചയാക്കുന്നതും രോഗശമനത്തിനും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ പരിഹാരമാകുമെന്നുമൊക്കെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ ഹിജറ 665 മുമ്പ് തന്നെ നടത്തിവരുന്ന ചില ആഭാസ പ്രവർത്തനങ്ങളെ വളരെ മോശമായ ബിദ്അത്തുകളുടെ ഗണത്തിൽ ബഹുമാനപ്പെട്ടവർ വിവരിച്ചു തരുന്നു. അതിന് തെളിവായി ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചത് മുശ്രിക്കീങ്ങൾക്കൊക്കെ ബറക്കത്തെടുക്കാൻ വേണ്ടി ദാത്തു അൻവാത്തു ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്ന് സഹാബത്തുൽ കിറാമ് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ബനൂ ഇസ്രായേലികളുടെ മോശമായ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ട് ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ആയത്ത് അഥവാ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവിശ്വാസികൾക്ക് ധാരാളം ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത ആവശ്യപ്പെട്ടതിന് തുല്യമാണ് ഞങ്ങൾക്ക് ബറക്കത്തെടുക്കാനും പുണ്യം നേടാനും ഒരു ദാത്തു അൻവാത്തിനെ നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്തുൽ കിറാമ് ചോദിച്ചത് എന്നും ആ ചോദ്യത്തിനോട് വളരെ തുല്യമായ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ചില പ്രത്യേക സ്ഥലങ്ങൾക്കും ചില പ്രത്യേക വസ്തുക്കൾക്കും പ്രത്യേക പുണ്യമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ രോഗശമനത്തിനും ആവശ്യ നിർവഹണത്തിനും വേണ്ടി പൊതുജനങ്ങൾ പോകുന്നത് എന്നും അത്തരം ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്നത് എന്നും അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ് എന്നും ബഹുമാനപ്പെട്ടവർ നമുക്കിവിടെ വിവരിച്ചു തരികയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണമെന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചത്. യഥാർത്ഥത്തിൽ അവർക്കൊരു ഇലാഹുണ്ട്. അള്ളാഹു ഖാലിഖായ റാസിഖായ മുദബ്ബിറായ സമതായ ഒരു ഇലാഹ് അവർക്കുണ്ട്. ആ ഇലാഹിൻ്റെ പുറമെ മറ്റൊരു ഇലാഹിനെ കൂടി നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ ചോദിച്ചത്. അതിനോട് തുല്യമാണ് ദാത്തു അൻവാത്തിനെ നിങ്ങൾ ചോദിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആ ദാത്തു അൻവാത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതിന് സമാനമാണ് ചില പുണ്യസ്ഥലങ്ങളെയും പുണ്യ വസ്തുക്കളെയും നിശ്ചയിച്ചുകൊണ്ട് രോഗശമനത്തിനും ആവശ്യ നിർവഹണത്തിനും അവിടെ പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചത് ഇലാഹിനെ നൽകണമെന്നാണ്. എന്താണ് അവിടെ ഇലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശം? മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനത ചോദിച്ച ഇലാഹി ഏതാണ്? സർവശക്തനായ എല്ലാം അടക്കി വാഴുന്ന അള്ളാഹുവിനോട് കടപിടിക്കുന്ന, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാനോ അതല്ലെങ്കിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ അള്ളാഹുവിനോട് 100% തുല്യനായ സമീയായ ബസീറായ ഖാലിഖായ മുദബ്ബിറായ
സമതായ ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലികൾ ആവശ്യപ്പെട്ടോ? മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിയുള്ള ഒരാളിൽ നിന്ന് അത്തരം ഒരു ചോദ്യം ഉണ്ടാവില്ല. കാരണം മൂസാ നബി അലൈഹിസ്സലാം ഒരു ഇലാഹിനെ, ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ, ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന എല്ലാ നിലക്കും അള്ളാഹുവിനോട് സമാനനായ ഒരു ദൈവത്തെ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മുഹാലാണ്, ഒരിക്കലും സംഭവിക്കാനിടയില്ല. കാരണം മഖ്ലൂക്കായ മൂസാ നബി അലൈഹിസ്സലാം, സൃഷ്ടാവായ അള്ളാഹുവിനോട് സമാനനായ ഒരാളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലെന്ന് ചിന്തിക്കാൻ ബുദ്ധി ഏതല്പം ബുദ്ധിയുള്ള മനുഷ്യനും ഉണ്ടാകും. അപ്പോൾ ബനൂ ഇസ്രായേലികൾ ആവശ്യപ്പെട്ടത് സർവശക്തനായ മറ്റൊരു ഇലാഹിനെ അല്ല, മറിച്ച് എന്തിനെയാണ്? ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഞങ്ങളുടെ രോഗശമനത്തിന്, ഞങ്ങൾക്ക് മനസ്സിന് ശാന്തി ലഭിക്കാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ ഒരു പ്രശ്നപരിഹാര കേന്ദ്രം, അതിന് പറ്റിയ ഒരു വസ്തു നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആൻ മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി, ഈ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത് ഈ വിഗ്രഹങ്ങൾ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മുശ്രിക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തന്നതുപോലെ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കേണ്ടവൻ എന്നും അള്ളാഹുവാണ് രോഗശമനം നടത്തേണ്ടത് എന്നും എല്ലാ വിഷയങ്ങൾക്കും യഥാർത്ഥ പരിഹാരം ഉണ്ടാക്കേണ്ടത് അള്ളാഹു ആണ് എന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾക്ക് സമീപിക്കാൻ പറ്റിയ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ, ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന വസ്തുക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ദാത്തു അൻവാത്തിനെ ചോദിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണെന്ന പേരിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതും ആ നാടിനും ആ സ്ഥലത്തിനൊക്കെ പ്രശ്നപരിഹാരത്തിനുള്ള എന്തോ ഒരു കഴിവ് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കടുത്ത ബിദ്അത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് അബൂ ശാമ റഹിമഹുല്ല വിവരിച്ചു തരുന്നു. ഇത് കേവലം അബൂ ശാമ റഹിമഹുല്ലാഹുവിൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടല്ല എന്ന് മഹാന്മാരായ ഷാഫിഈ മദ്ഹബിലെ മറ്റു പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ ഫതാവൽ കുബ്രയിൽ 4-ാം വാള്യം 289-ാമത്തെ പേജിൽ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതെങ്കിലും വലിയ ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച സഹീഹാകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ അമ്മ ഇദാ ഖസദ ബിഹിൽ ഇഖാദ അലൽ ഖബരി, ഖബറിന്റെ മുകളിൽ വിളക്ക് കത്തിക്കലിനെ ഒരാൾ ഉദ്ദേശിച്ചു, വലൗമാ ഖസ്ദി തൻവീരി, അത് വെളിച്ചം ഉണ്ടാകൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് െങ്കിൽ പോലും വെളിച്ചം വേണം, അതോടൊപ്പം തന്നെ ഖബറിന്റെ മുകളിൽ കത്തിക്കലും രണ്ടും കൂടി ഉദ്ദേശിച്ചു കൊണ്ട് ഒരാൾ നേർച്ചയാക്കിയാൽ ഫലാ യസിഹു, ആ നേർച്ച സഹീഹാകില്ല. വക്കദാ ഇദാ ഖസദ ബിഹി, അതുപോലെ തന്നെ ഈ നേർച്ചയാക്കുന്ന വ്യക്തി ഉദ്ദേശിച്ചാൽ വഹുവൽ ഖാലിബു മിനൽ ആമ്മത്തി, സാധാരണക്കാരായ ആളുകളിൽ നിന്ന് മിക്ക ആളുകളും കരുതുന്നത് ഇത് തന്നെയാണ്. എന്താണ്? തഅളീമുൽ ബുഖഅത്തി അവിൽ ഖബരി അവി തഖറുബ ഇലാ സാഹിബിഹി, ഈ പ്രദേശത്തെ ബഹുമാനിക്കലോ ഖബറിനെ ബഹുമാനിക്കലോ അവി തഖറുബ ഇലാ സാഹിബിഹി, ആ ഖബറിൻ്റെ ഉടമയായ വ്യക്തിയിലേക്ക് ഒരു സാമീപ്യം ഉദ്ദേശിക്കലോ ചെയ്തുകൊണ്ടാണ് ഏതെങ്കിലും മരണപ്പെട്ടു പോയ വലിയിൻ്റെ പേരിൽ ഒരാൾ നേർച്ചയാക്കിയത് എങ്കിൽ ഫലാ യൻഅഖിദു, ആ നേർച്ചയായി വീടുന്നതല്ല, അത് മുൻഅഖിദാകുന്നതല്ല. എന്തുകൊണ്ട്? ലി അന്നഹും, ഈ സാധാരണക്കാരായ ആളുകൾ യഅതഖിദൂന, അവർ വിശ്വസിക്കുന്നു, അന്ന ലി ഹാദിഹിൽ അമാകിന ഖുസൂസിയാത്തിൻ, ഈ സ്ഥലങ്ങൾക്ക് എന്തൊക്കെയോ മഹത്വമുണ്ട് എന്ന്. വയറൗന അന്ന നദറ ലഹ, ഈ സ്ഥലത്തിന് വേണ്ടി നേർച്ചയാക്കുന്നത് മിമ്മ യന്തഫിഉ ബിഹിൽ ബലാഉ, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇല്ലാതാകാൻ കാരണമായി തീരുന്നതാകുന്നു എന്നുമാണ്. അപ്പോൾ അത്തരം ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നേർച്ചയാക്കിയാൽ ആ നേർച്ചയാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്ന ഷാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലയും വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പല പുണ്യസ്ഥലങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്താണ് എന്ന് എൻ്റെ ശ്രോതാക്കളായ ആളുകൾ ചിന്തിച്ചു നോക്കുക. ഈ പുണ്യസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട്
പല സ്ഥലങ്ങളെയും പലരും പുണ്യവൽക്കരിക്കുന്നത് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ചില ആളുകൾ അവസരം കിട്ടുമ്പോൾ അവിടെ പോയി അതിൻ്റെ മഹത്വവൽക്കരിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതും നാം കാണാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മഹത്വം പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിന് വല്ല മഹത്വവും ഉണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ ധാരണ ഇല്ലാതാക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല, അതുപോലെ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തുടങ്ങിയ മഹാന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ നിലനിർത്താനല്ല, അത്തരം ചിന്താഗതികളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് പണ്ഡിത ധർമ്മം എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ.